നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയുന്ന വിഷയം 5 ശാപങ്ങളെ പറ്റിയാണ്. ഒരിക്കലും ഈ ശാപങ്ങൾ നിങ്ങൾ ഏറ്റുവാങ്ങരുത്. ഈ ശാപങ്ങൾ ഏറ്റുവാങ്ങിയാൽ സർവനാശമാണ് ഫലം. സർവനാശമായിരിക്കും ഒരുത്തന്റെ ഫലം. അപ്പൊ അതുകൊണ്ട് ഈ 5 ശാപങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ ഏറ്റുവാങ്ങാൻ ആരും തയ്യാറാകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ എന്റെ തുടർന്നു വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഇതിലൂടെ കാണാൻ കഴിയുന്നതാണ്. അപ്പൊ ഞാൻ പറയുന്ന ഈ ശാപങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1, കുടുംബ പരദേവതാ ശാപം. കുടുംബ പരദേവതാ ശാപം. 1, പിതൃക്കളുടെ ശാപം. മറ്റൊന്ന് ഗുരുശാപം. വേറൊരെണ്ണം നാഗങ്ങളുടെ ശാപം. പിന്നെ മറ്റൊന്ന് നാരീശാപം. അങ്ങനെ 5 ശാപങ്ങളാണ്. ഞാൻ അതിനെപ്പറ്റിയാണ് ഞാനിവിടെ പറയുന്നത്. ഒരിക്കലും ഈ 5 ശാപങ്ങൾ നിങ്ങൾ ഏറ്റുവാങ്ങിയാൽ അല്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്താൽ സർവനാശമായിരിക്കും നിങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത്. ആദ്യമായിട്ട് കുടുംബ പരദേവതാ ശാപം എന്താണെന്ന് നോക്കാം. കുടുംബ പരദേവത എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിന്റെ ദേവതയാണ്. ഏത് വീട്ടുകാർക്കും ഉണ്ടാവും ഒരു കുടുംബദേവത. ചിലവര് പറയും ഞങ്ങൾക്ക് കുടുംബദേവതയില്ല, നമുക്ക് കുടുംബക്ഷേത്രമില്ല. കുടുംബക്ഷേത്രം ഉണ്ടെങ്കിലല്ലേ കുടുംബദേവത ഉണ്ടാവുള്ളൂ എന്ന് പറയും. അത് അവർക്ക് സംബന്ധിച്ച് അവരത് പറയാൻ അവർക്ക് അറിഞ്ഞുകൂടാനിട്ടാണ്. കാരണം അവരുടെ മുൻതലമുറക്കാരായ 7 തലമുറ ആരാധിച്ചു വന്നിരുന്ന ഒരു ദേവനോ ഒരു ദേവിയോ എവിടെയെങ്കിലും ഉണ്ടാവും. എന്നാൽ അവരുടെ പിൻതലമുറക്കാര് അവരെ സംരക്ഷിക്കാതെ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ഈ അവർക്ക് ശേഷം വരുന്ന തലമുറക്ക് പറഞ്ഞു കൊടുക്കാതെ ഇരിക്കുമ്പോഴാണ് അവർക്ക് ആ കുടുംബ ദേവതയും ക്ഷേത്രത്തെ പറ്റിയും അറിയാതെ പോകുന്നത്. അപ്പൊ അവര് പറഞ്ഞു ശരിയായിരിക്കും, ഞങ്ങൾക്ക് അറിയില്ല. അവരുടെ നേരത്തെയുള്ള കാരണവന്മാര് അവരോട് പറഞ്ഞിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കാം. എന്നാലും ഏത് കുടുംബത്തിനാണെങ്കിലും ഒരു പരദേവത എവിടെയെങ്കിലും ഉണ്ടാവും. അത് കണ്ടുപിടിച്ച് അതിനു വേണ്ടിയുള്ള വഴിപാടുകൾ നടത്താം. അതാണ് ചെയ്യേണ്ടത്. അപ്പൊ കുടുംബ പരദേവത എല്ലാവർക്കും ഉള്ളതാണ്. അപ്പൊ ഇനി കുടുംബ ദേവതയെ കാണാൻ പറ്റാത്തവർക്ക് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവാം. എന്നാൽ കാണുന്നവരുടെ കാര്യമാണ്, കുടുംബ ക്ഷേത്രം കാണുന്നവരുടെ കാര്യമാണ് ഞാനിപ്പോ ഇവിടെ പറയുന്നത്. അങ്ങനെ വന്ന് ആ കുടുംബ പരദേവതയെ ശാപം മേടിക്കാനായിട്ട് നിങ്ങൾ നിൽക്കരുത്. അപ്പൊ എന്തുകൊണ്ട് കുടുംബ പരദേവതയുടെ ശാപം കിട്ടുന്നു? ആ കുടുംബ പരദേവതയെ സംരക്ഷിക്കാണ്ട് വരുമ്പോഴാണ് അവിടെ അതിന്റെ ശാപമായിട്ട് വരുന്നത്. ഒരിക്കലും ഒരു ദൈവം ആരെയും ശപിക്കില്ല. അപ്പൊ കുടുംബ പരദേവത ശാപം എന്ന് പറയാൻ പറ്റില്ല, താപം എന്ന് പറയാം. കാരണം അവരുടെ മുൻതലമുറക്കാർ ആ ദേവിയുടെ അടുത്തോ ദേവന്റെ അടുത്തോ ചെന്നിട്ടുള്ള ആൾക്കാരായിരിക്കും. എന്നാൽ പിൻതലമുറക്കാരും അവര് ഈ ദേവനോ ദേവിയെ അന്വേഷിച്ച് ചെല്ലുന്നുണ്ടാവില്ല, ആ ക്ഷേത്രത്തിലേക്ക് ചെല്ലുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ആ ദേവതയെ ആരാധിക്കുന്നുണ്ടാവില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവരുടെ വീടായിട്ട് ബന്ധപ്പെട്ട് ആ തറവാടായിട്ട് ബന്ധപ്പെട്ട് ഉള്ള പിൻതലമുറക്കാർക്ക് അവരുടെ ഈ ദേവിയുടെ അല്ലെങ്കിൽ ദേവന്റെ താപം ഏൽക്കാനിടവരും, മനസ്താപം ഏൽക്കാനിടവരും. അങ്ങനെ വരുമ്പോൾ അത് ശാപമായി മാറും. ഒരു കുടുംബ പരദേവത എന്ന് പറഞ്ഞ ഒരു കുടുംബത്തെ സംരക്ഷിക്കുന്ന ദേവതയാണ്. ഇല്ലേ? ഒരു തള്ളക്കോഴി തന്റെ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത്? തന്റെ ചിറകിന്റെ അടി, അതായത് കാക്കക്കും പരുന്തിനും കൊടുക്കാതെ
എങ്ങനെയാണ് അത് സംരക്ഷിച്ചു കൊണ്ടുവന്നത്? ഒരു തള്ളക്കോഴി തന്റെ കുഞ്ഞുങ്ങളെ. അതേപോലെയാണ് ഒരു പരദേവത കുടുംബത്തെ സംരക്ഷിക്കുന്നത്. മനസ്സിലായ? നമ്മുടെ ദുർഘടങ്ങളിൽ നിന്നും, നമ്മുടെ ബുദ്ധിമുട്ടുകളിൽ നിന്നും, നമ്മുടെ പ്രയാസങ്ങളിൽ നിന്നൊക്കെ ഒരു പരിധി വരെ നമുക്ക് മോചനം ഉണ്ടാക്കി തരാൻ നമ്മുടെ കുടുംബ പരദേവതക്ക് സാധിക്കും. നമ്മൾ എവിടെ ചെന്നാലും ഇല്ലേ, ഏത് ജ്യോത്സ്യന്റെ അടുത്ത് ചെന്നാലും ആദ്യം പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ കുടുംബ പരദേവതാ സ്ഥാനത്ത് പോകാനാണ് പറയുന്നത്, ഇല്ലേ? അപ്പോ ആ കുടുംബ പരദേവത സ്ഥാനത്ത് ചെല്ലാതെ അവിടെ ചെയ്യേണ്ട കാര്യങ്ങളിലൊന്നും സഹകരിക്കാതെ നമ്മുടെ കുടുംബ പരദേവതയുടെ അടുത്ത് പോയി വാരിക്കോരി കൊടുക്കണമെന്നല്ല പറയണത്. നിങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലും, അതായത് വെറും കൈയായിട്ട് കുടുംബ പരദേവത സ്ഥാനത്ത് അല്ലെങ്കിൽ ഏത് ക്ഷേത്രത്തിലാണെങ്കിലും വെറും കൈയായിട്ട് ദേവതമാരെ കാണാൻ പോകരുത്. കാരണം അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്. നമ്മൾ ഒന്നില്ലെങ്കിൽ ഒരു രൂപ തൊട്ടെങ്കിലും നമ്മുടെ കയ്യിൽ വേണം. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ആ ഭണ്ഡാരത്തിലിട്ട് പ്രാർത്ഥിക്കണം. ഇനി നമുക്കൊന്നും ഒരു രൂപ തൊട്ടുപോലും നിങ്ങൾക്ക് എടുക്കാനില്ലാത്തവരാണെങ്കിൽ നിങ്ങളുടെ പറമ്പിൽ നോക്കിയാൽ ഒരു 5-6 പുഷ്പങ്ങളും ഉണ്ടാവും. ആ 5-6 പുഷ്പങ്ങളെങ്കിലും നിങ്ങൾ എടുത്തിട്ട് നടക്കൊണ്ട് വെച്ചിട്ട് പറയാതെ, എന്റെ എന്റെ ദൈവമേ, എനിക്കൊന്നും തരാനില്ല, എന്റെ കയ്യിലൊന്നുമില്ല, ഒന്നും തരാനില്ല, ഇതാ 5-6 പുഷ്പങ്ങളുണ്ട്, ഇത് സ്വീകരിച്ചിട്ട് എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞാൽ ഏത് ദേവതയാണെങ്കിലും അനുഗ്രഹിക്കും. ആ ദേവതക്കറിയാം അവരെ ഒന്നുമില്ലെന്ന്. മനസ്സിലായ? ദേവതക്ക് നമുക്ക് പണവും പ്രശസ്തിയും മറ്റു കാര്യങ്ങൾ ഉണ്ടാക്കി തരാൻ സാധിച്ചെന്ന് വരില്ല. കാരണം ഓരോ മനുഷ്യരുടെയും അവന്റെ ഗ്രഹനില അനുസരിച്ച് ചില ദശാകാലങ്ങളിൽ അവന് ദോഷങ്ങളും അതേപോലെ തന്നെ ഗുണങ്ങളും ഉണ്ടാവും. അപ്പൊ പരദേവതയുടെ ആ ഇതുണ്ടെങ്കിൽ, പരദേവത പ്രീതി ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്നൊക്കെ കുറെയൊക്കെ മുക്തി നേടാൻ സാധിക്കും. അല്ലാതെ അപ്പൊ അങ്ങനെയാണെങ്കിൽ ദൈവം വിചാരിച്ചാൽ മതിയല്ല ഓരോ ആൾക്കാരെ അങ്ങോട്ട് കോടീശ്വരന്മാരാക്കാൻ. അത് നടക്കില്ല. അപ്പോൾ നമ്മൾക്കുള്ള ദോഷങ്ങൾ മാറ്റിത്തരാൻ പരദേവത സ്ഥാനത്തിരിക്കുന്ന ദേവീദേവന്മാർക്ക് കഴിയും. അവരെ സംരക്ഷിക്കണം, ഇല്ലേ? അവരെ സംരക്ഷിച്ച് അവരെ ആ ക്ഷേത്രത്തിലെ ചടങ്ങുകളിലൊക്കെ പോയി ബന്ധപ്പെടാം. അല്ലെങ്കിൽ അതുകൂടാതെ അവരെ നിന്ദിക്കാതിരിക്കാം. നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിലും അവരെ നിന്ദിക്കാതിരിക്കാം. ചിലവരങ്ങനെയല്ല, നിന്ദിക്കും. മനസ്സിലായ? അപ്പൊ അങ്ങനെയൊക്കെയുള്ള അവരെ തള്ളിപ്പറയാ. അതുകൂടാതെ ക്ഷേത്രകാര്യങ്ങളിലൊന്നും ചെന്ന് നോക്കാതിരിക്കുക, ക്ഷേത്ര ദർശനത്തിന് പോകാതിരിക്കുക, അല്ലെങ്കിൽ ക്ഷേത്ര വളപ്പിൽ ചെന്നിട്ട് എന്തെങ്കിലും അശുദ്ധികരമായ കാര്യങ്ങൾ ചെയ്യുക. അതായത് മദ്യപിച്ച് ക്ഷേത്രത്തിൽ ചെല്ലുക, മത്സ്യമാംസങ്ങൾ കഴിച്ച് ക്ഷേത്രത്തിൽ ചെല്ലുക, അല്ലേ? അല്ലെങ്കിൽ പുലവാലായ്മയുള്ളപ്പോഴും അതേപോലെയുള്ള സമയങ്ങളിലൊക്കെ അശുദ്ധിയായിട്ട് ക്ഷേത്രത്തിൽ ചെല്ലുക. ഇതൊക്കെ ദേവീ കോപത്തിനും അല്ലെങ്കിൽ ദേവന്റെ കോപത്തിനും ഒക്കെ ഇടവരുന്ന കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് കുടുംബ പരദേവതയുടെ ശാപം കിട്ടാനിടവരും. അത് വാങ്ങി വെക്കരുത്. അതൊന്ന്. അപ്പൊ കുടുംബ പരദേവതയുടെ ശാപം മേടിക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കണം. മറ്റൊന്ന് പിതൃക്കളുടെ ശാപമാണ്. പിതൃക്കൾ അതായത് നിങ്ങളുടെ മുൻ തലമുറയിൽ പെട്ട മരിച്ചുപോയ ആത്മാക്കൾ, അവരാണ് പിതൃക്കളായിട്ട് നമ്മൾ കാണുന്നത്, ഇല്ലേ? ആ പിതൃക്കൾ അവര് ജീവിച്ചിരുന്നപ്പോൾ നമുക്ക് വേണ്ടി ജീവിച്ചവരാണ്, നമുക്ക് വേണ്ടി കർമ്മം ചെയ്തവരാണ് അവര്, നമ്മുടെ കാര്യങ്ങൾ നോക്കി നടത്തിയവരാണ് അവര് പ്രായാധിക്യം കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയുഷത്താകുകയോ ഒക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ടാവും. അപ്പൊ അവരെയൊക്കെ നമ്മളൊന്ന് ആരാധിക്കണം. അതായത് പിതൃക്കളെ നമുക്ക് അവരെ തൃപ്തിപ്പെടുത്തി മുന്നോട്ട് പോകണം. അപ്പൊ പിതൃക്കളെ തൃപ്തിപ്പെടുത്തി മുന്നോട്ട് പോകണമെങ്കിൽ മരിച്ചവർക്ക് വേണ്ടിയുള്ള വഴിപാടുകളോ മരിച്ചവർക്ക് വേണ്ടിയുള്ള കർമ്മങ്ങളോ നമ്മൾ ചെയ്യണം. ഇത് ഹിന്ദു മതത്തിൽ മാത്രമുള്ള കാര്യമല്ല, എല്ലാ മതത്തിലും ആത്മാക്കളുടെ ദിവസങ്ങളുണ്ട്, അല്ലേ? ആത്മാവിന് വേണ്ടി ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ഏത് സമുദായത്തിലാണെങ്കിലും ഏത് മതവിഭാഗത്തിലാണെങ്കിലും എല്ലാവർക്കുമുള്ള കാര്യമാണ്. ക്രിസ്ത്യാനികൾക്കുണ്ട്, മുസ്ലിങ്ങൾക്കുണ്ട്, ഹിന്ദുക്കൾക്കുമുണ്ട്. അപ്പോ ഈ പിതൃക്കളുടെ
ശാപം ഏറ്റുവാങ്ങാൻ ഇടവരരുത്. അവരെ സംരക്ഷിക്കാതിരിക്കുമ്പോഴാണ് അവരുടെ ശാപം വരുന്നത്. അവരെ സംരക്ഷിക്കണേ എങ്ങനെ സംസാരിക്കണം? അവർക്ക് കഞ്ഞിയും ചോറും വെച്ച് കൊടുക്കണമെന്നല്ല പറയണത്. ദിവസവും അവർക്ക് വേണ്ട ചില ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങളിൽ അവർക്ക് കർമ്മം ചെയ്യണം, ഇല്ലേ? ബലികർമ്മങ്ങള്, ഇല്ലേ? പിതൃക്കൾക്ക് വേണ്ടി ചെയ്യുന്നതാണ് ബലി, പിതൃതർപ്പണം, ഇല്ലേ? അത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്യണം. ഇനി അതുകൂടാതെ പ്രത്യേകമായിട്ടുള്ള ചില അമാവാസി ദിവസങ്ങളിൽ, അതായത് കർത്തവാവ് ദിവസങ്ങളിൽ പിതൃക്കളുടെ ശാന്തിക്ക് വേണ്ടി തിലഹോമം, അതേപോലെയുള്ള മറ്റ് കർമ്മങ്ങൾ, ഇതെല്ലാം നമ്മൾ അവർക്ക് വേണ്ടി ചെയ്താൽ, കാരണം നമുക്ക് വേണ്ടി ജീവിച്ചിരുന്നവരാണ് ഒരിക്കലും അവര്. നമ്മളുടെ ഇന്നത്തെ സ്വത്തിന് ഒക്കെ അവര് പണിപ്പെട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതായിരിക്കും. ഇനി സ്വത്തില്ലാത്തവരുടെ കാര്യം പോട്ടെ, സ്വത്തുള്ളവരാണെങ്കിലും അവരുടെ മുൻ തലമുറക്കാര് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്വത്തുക്കളായിരിക്കും ഇപ്പൊ ഇവര് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? എന്നിട്ട് അവരെ നോക്കാണ്ടിരിക്കാം. അങ്ങനെ വരുമ്പോഴാണ് തീർച്ചയായിട്ടും അവർക്കൊക്കെ ശാപങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. അപ്പൊ അതുകൊണ്ട് പിതൃക്കളുടെ ശാപം നമ്മൾ കഴിയുന്നതും ഒഴിവാക്കി മുൻമറഞ്ഞു പോയ ആ ആത്മാക്കൾക്ക് വേണ്ട നിത്യശാന്തിക്ക് വേണ്ട കർമ്മങ്ങൾ നമ്മൾ ഹിന്ദു ആചാരപ്രകാരം അല്ലെങ്കിൽ ഏത് മതത്തിന്റെ ആചാരപ്രകാരമാണോ അത് ചെയ്യണം. ചെയ്താൽ തീർച്ചയായിട്ടും അവർക്ക് അതിന്റെ ആനുകൂല്യങ്ങൾ ഉണ്ടാവും. വളരെയധികം ദോഷങ്ങളാണ് പിതൃക്കളുടെ ഭാഗത്തുനിന്ന് നമുക്ക് അവരെ സംരക്ഷിച്ചില്ലെങ്കിൽ കിട്ടാവുന്നത്. വിവാഹപരമായ കാര്യങ്ങളിൽ തടസ്സം ഉണ്ടാവും, കുടുംബത്തിൽ മംഗളകരപരമായ കാര്യങ്ങളൊന്നും നടക്കില്ല, അതേപോലെ തന്നെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവില്ല, ശാന്തി ഉണ്ടാവില്ല, തർക്കങ്ങളും പരിഭവങ്ങളും ഒക്കെ ആയിരിക്കുള്ളൂ. ആ കുടുംബത്തിൽ മൊത്തം അലങ്കോലമായിട്ടായിരിക്കുള്ളൂ ആ കുടുംബം പോകുന്നത്. കാരണം അവര് നന്നായിട്ട് ജീവിച്ച് സംരക്ഷിച്ചിരുന്നവരാണ് നമ്മളെ. അവര് വിട്ടുപോയപ്പോൾ പിന്നെ ഇവിടെ ആകെ അലങ്കോലമായി. കാരണം അവരെ പിന്നെ നോക്കൂല. ചിലവര് മരിച്ചു കഴിഞ്ഞാൽ ആ അടിയന്തരവും കറങ്ങി, അല്ലെങ്കിൽ ആ 16 അടിയന്തരവും അല്ലെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് പിരിയും. അത് കഴിഞ്ഞാൽ പിന്നെ ഈ മരിച്ചവരെ പറ്റി ഒന്നും ആലോചിക്കില്ല. അപ്പൊ അവരെയൊക്കെ അവർക്ക് വേണ്ടിയുള്ള കൊല്ലത്തിലൊരിക്കലെങ്കിലും അവർക്ക് വേണ്ടിയുള്ള കർമ്മങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്താൽ പ്രീതി നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. അവരുടെ ശാപത്തിൽ നിന്ന് നമുക്ക് മുക്തി കേട്ടാനും സാധിക്കും. മൂന്നാമത് പറയുകയാണെങ്കിൽ ഗുരുക്കന്മാരുടെ ശാപം. ഈ ഗുരുക്കന്മാരാണ് നമുക്ക് 4 അക്ഷരം പറഞ്ഞു തന്നവരാണ്, അല്ലെങ്കിൽ നമ്മളുടെ വിദ്യാഭ്യാസത്തിലോ അല്ലെങ്കിൽ നമ്മളുടെ വിദ്യയിലോ ഒക്കെ നമുക്ക് വഴികാട്ടിയായിട്ട് നിന്നവരാണ്. നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നവരാണ്. നമ്മളെ ഈ പലരെയും പല പൊസിഷനിൽ എത്തിച്ചിട്ടുള്ളത് ഈ ഗുരുക്കന്മാരാണ്. അപ്പൊ ഗുരുക്കന്മാരിൽ നിന്നും കിട്ടിയ അറിവ് കൊണ്ടാണ് ഒരാൾ വെറുതെ അങ്ങോട്ട് അറിവ് നേടില്ലല്ലോ, ഗുരുക്കന്മാരിൽ നിന്നല്ലേ നേടുന്നത്, ഇല്ലേ? അപ്പൊ ഗുരുക്കന്മാരെ അറിവ് നേടിയിട്ട് അവരെ നിന്ദിക്കാം. അങ്ങനെ നിന്ദിച്ച് കഴിയുമ്പോഴാണ് ഈ ഗുരുശാപം ഏൽക്കാനായിട്ട് വരുന്നത്. അതിനൊരിക്കലും ഇട കൊടുക്കരുത്. കാരണം ഗുരുവിൽ നിന്നും കിട്ടേണ്ടതൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ ആ ഗുരുവിനെ നമ്മൾ തള്ളിപ്പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ, ഇല്ലേ? ഏറ്റവും വലിയ ശാപമാണ് ഗുരുശാപം എന്ന് പറയുന്നത്. കാരണം ശിവന്റെ കോപം വരെ ഗുരു വിചാരിച്ചാൽ തടുക്കാമെന്നാണ് പറയുന്നത്. എന്നാൽ ഗുരുശാപം ശിവന് പോലും തടുക്കാൻ പറ്റില്ലെന്ന് പറയുന്നുണ്ട്. എങ്ങനെയുണ്ടപ്പ? അപ്പൊ എത്രയോ പ്രധാനപ്പെട്ടതാണ് ഈ ഗുരുശാപം, ഇല്ലേ? അപ്പൊ ആ ഗുരുശാപം ഏൽക്കാനായിട്ട് ഇടവരരുത്. നമുക്ക് നമ്മളുടെ ജീവിത സമയത്ത് നമുക്ക് വളരെയധികം കാര്യങ്ങൾ അവർ പറഞ്ഞു മനസ്സിലാക്കി തന്നവരാണ് നമ്മുടെ ഗുരുക്കന്മാർ, അല്ലേ? അവര് നമുക്ക് വേണ്ട അറിവും വിദ്യാഭ്യാസവും കഴിവും വിദ്യയും ഒക്കെ കാണിച്ചു തന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളവരായിരിക്കും. ആ ഗുരുക്കന്മാരെ നമ്മൾ നിന്ദിക്കരുത്. അങ്ങനെ നിന്ദിക്കാൻ ഇട വന്നാൽ ചില ആൾക്കാരുണ്ട്, അത് ഇവരെ പഠിപ്പിച്ച മാഷന്മാരായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും വിദ്യ പഠിപ്പിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അറിവ് പറഞ്ഞു കൊടുത്തിട്ടുള്ള ആൾക്കാരായിരിക്കും. അവരെയൊക്കെ കാണുമ്പോൾ ചിലവർ വഴി മാറിപ്പോയി കളയും.
കാരണം ഇവര് പഠിക്കുന്ന കാലത്തൊക്കെ ഇവരോട് നല്ല സ്വരച്ചേർച്ചലായിരിക്കില്ല. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ തോന്നുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന ആൾക്കാർ ഈ വഴിയിലൊക്കെ ഈ ഗുരുക്കന്മാരെ, അങ്ങനെയുള്ള അധ്യാപകരെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആശാന്മാരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവര് ഒളിച്ചു പോയിക്കളയും അല്ലെങ്കിൽ മാറിപ്പോയിക്കളയും. അതൊക്കെ വളരെ തെറ്റാണ്. നേരിട്ട് കണ്ട് എന്താ സാറേ, അല്ലെ എന്താ ആശാനെ, എന്താണ് വിശേഷങ്ങൾ, കാര്യങ്ങൾ ചോദിച്ച്, അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അങ്ങോട്ട് പറയുമ്പോൾ അവർക്കും അങ്ങോട്ട് എന്തെങ്കിലും നമ്മളോട് ഇങ്ങോട്ട് പറയാനൊക്കെ ഉണ്ടാവും. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അവിടെ ഒരു ആത്മബന്ധം നിലനിർത്തി പോകാൻ നമ്മൾക്ക് കഴിയും. ഇന്ന് പല ആൾക്കാരും ചെയ്യുന്നതെന്ന് ഗുരുക്കന്മാരെയും മാഷന്മാരെ കണ്ടു കഴിഞ്ഞാൽ വഴി മാറിപ്പോയി കളി. അതാണ് അവര് മാഷ അതിലെ വരുന്നുണ്ട്, ഇപ്പൊ എന്നെ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും പറയും, അതുകൊണ്ട് ഞാനങ്ങാടില്ല, ഞാനങ്ങോട്ട് മാറിപ്പോകും. ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവും. അങ്ങനെ ഒരിക്കലും പാടില്ല. അപ്പൊ ഗുരുശാപം ഏൽക്കാനുള്ള കാര്യങ്ങൾ, അതായത് അവരിൽ നിന്ന് അറിവ് നേടിയിട്ട് പിന്നെ അവസാനം അവരെ തള്ളി പറയാൻ ഇടവരരുത്. അതാണ് ഗുരുശാപം ഏൽക്കാൻ ഇടവരുന്നത്. അപ്പൊ ഗുരുശാപം ഏൽക്കാൻ നമ്മൾ ഒരിക്കലും ഇട കൊടുക്കരുത്. മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഗശാപവും, നാഗങ്ങളുടെ ശാപം. അതായത് എങ്ങനെയാണ് നാഗങ്ങളുടെ ശാപം? ചിലപ്പോൾ നമ്മുടെ മുൻ ജന്മത്തെ നമ്മൾ ചെയ്തിട്ടുള്ളതായിരിക്കും, ഇല്ലേ? ഈ ജന്മത്തെ നമ്മൾ അനുഭവിക്കണം. അങ്ങനെയാണ് ജ്യോതിശാസ്ത്രം പറയുന്നത്. കാരണം നമ്മൾ മുൻജന്മത്തിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലമൊക്കെ ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അങ്ങനെയുള്ള ഒരു സമയത്തായിരിക്കും നമ്മൾ ജനിക്കുന്നത്. നമ്മൾ ജനിക്കുന്ന സമയം നമ്മെ തീരുമാനിച്ചതൊന്നുമല്ല, ഒടേ തമ്പുരാന്റെ നിശ്ചയമാണ്, ഇല്ലേ? ഒടേ തമ്പുരാൻ വിചാരിക്കുന്ന ഒരു സമയത്താണ് നമ്മ ഈ ഭൂമിയിൽ ജാതനാകുന്നത്. അപ്പൊ ഒടേ തമ്പുരാന്റെ നിശ്ചയം അനുസരിച്ചുള്ള ഈ ജന്മം നമ്മുടെ പൂർവ്വജന്മത്തിൽ ചെയ്തേക്കുന്ന പുണ്യപാപ കർമ്മങ്ങളുടെ ഫലം കൂടി അനുഭവിക്കാൻ ഇടവരുന്ന ഒരു സമയത്താണ് നമ്മളെ ഭഗവാൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും സാക്ഷാൽ ദക്ഷിണാമൂർത്തി പുറത്തേക്ക് തള്ളുന്നത്. അല്ലേ? നീ പോയി നിന്റെ മുൻജന്മത്തിൽ ചെയ്ത പുണ്യപാപ കർമ്മങ്ങളുടെ ഫലം അനുഭവിച്ചു വാ കുഞ്ഞെ എന്ന് പറഞ്ഞാണ് നമ്മൾ ഇവിടെ പൂജാതനാകുന്നത്. അങ്ങനെയാണ് നമ്മളെ ഒടേ തമ്പുരാൻ ഭൂമിയിലേക്ക് വിടുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ഇങ്ങനെയുള്ള മുൻജന്മ കർമ്മങ്ങളിലൊക്കെ ചിലപ്പോൾ നമ്മൾ നാഗങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ടാവും മുൻജന്മത്തിൽ. അത് ഈ ശാപം നമുക്കുണ്ടാവും. അത് ഇല്ലെങ്കിൽ തന്നെ ഈ ജന്മത്തിൽ നമ്മൾ നാഗങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ടാവും. നാഗങ്ങളെ തല്ലിക്കൊല്ലുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിധത്തിൽ ദ്രോഹിക്കുകയോ. നാഗങ്ങൾ ഒരിക്കലും ഒരു മനുഷ്യനെ ദ്രോഹിക്കില്ല. നാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഉടമസ്ഥന്മാരാണ്. നാഗങ്ങളെ സംരക്ഷിച്ചാൽ ഐശ്വര്യം കിട്ടുന്നതാണ് നാഗങ്ങൾ. പക്ഷെ അവരെ ദ്രോഹിച്ച കടുത്ത ശാപം നമുക്ക് കേൾക്കേണ്ടി വരും. അവര് നമ്മളെ നാഗത്തെ നമ്മളെന്തൊരു ചവിട്ടുകയോ അല്ലെങ്കിൽ അടിക്കുകയോ അതില്ലെങ്കിൽ അതിനെ ഉപദ്രവിക്കുകയോ ചെയ്യുമ്പോഴാണ് അത് തിരിച്ച് നമ്മളോട് പ്രതികരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മത് ഒഴിവാക്കാണ് വേണ്ടത്. അല്ലാതെ അതിനെ തല്ലിക്കൊല്ലു, അതിനെ നാഗത്തിന്റെ ശാപം ഏക്കാനായിട്ടൊക്കെ വരുമ്പോഴാണ് ഈ നാഗശാപം ഏക്കാൻ ഇടവരുന്നത്. അതുകൂടാതെ ഈ കാവുകൾ, ഈ നാഗത്തറകൾ, കാവുകളൊക്കെ ഉണ്ടല്ലോ, ഇവിടെയൊക്കെ ഈ ചെന്നിട്ട് അശുദ്ധിയായി ചെല്ലുക. അങ്ങനെ നാഗത്തറകളുള്ള സ്ഥലത്തൊക്കെ കൃത്യമായിട്ട് വിളക്ക് വെക്കുന്ന സ്ഥലമാണെങ്കിൽ വിളക്ക് വെക്കാതിരിക്കുക, അശുദ്ധിയായിട്ട് ചെല്ലുക. അല്ലെങ്കിൽ അവിടെ മലമൂത്ര വിസർജനമൊക്കെ ചെയ്യുക. ചിലവര് ഇതിന്റെ കാട് പിടിച്ച് കിടക്കണേനിരിക്കുമല്ല, അന്ന് എവിടെയെങ്കിലും മലമൂത്ര വിസർജനം നടത്താമെന്നും കരുതി അറിയാതെങ്കിലും ചിലപ്പോൾ കയറി ഇന്ന് ചെയ്തെന്ന് പോയി വരും. അങ്ങനെയൊക്കെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തത്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നാൽ നമുക്ക് സർപ്പശാപം ഏൽക്കേണ്ടി വരും. ഏറ്റവും വലിയ കടുത്ത ശാപമാണത് സർപ്പശാപം, ഇല്ലേ? കടുത്ത ഇതുണ്ടാവും. കാരണം ഇപ്പൊ ഞാനിത് അന്ധവിശ്വാസം പ്രകടിപ്പിക്കാൻ വേണ്ടി പറയുന്നതൊന്നുമല്ല. ചില ആൾക്കാരില്ലേ പാണ്ഡു രോഗങ്ങളൊക്കെ വന്നവര്, ജ്യോതിശാസ്ത്ര സോറിയാസ്, പാണ്ഡുരോഗം, ഇങ്ങനെയുള്ള രോഗങ്ങള്, ത്വക്ക് രോഗങ്ങള്, ഇതെല്ലാം നാഗങ്ങളുടെ ശാപം കൊണ്ടുണ്ടാവുന്നതാണെന്നാണ് പറയുന്നത്. ജ്യോതിശാസ്ത്രം പറയുന്നതാണ്. ജ്യോതിശാസ്ത്രം അങ്ങനെ പറയുന്നുണ്ട്. നാഗങ്ങളുടെ ശാപം കൊണ്ട് ത്വക്ക് രോഗങ്ങൾ ഉണ്ടാകാം.
അപ്പൊ അതുകൊണ്ട് എന്താണ് ചെയ്യുന്നത്? നാഗങ്ങളുടെ ശാപങ്ങൾ ഏറ്റുവാങ്ങാതിരിക്കുക. അവരെ ആരാധിക്കണ്ട. നിങ്ങൾ ആരാധിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ആരാധിക്കണം. പക്ഷെ അവരെ ഉപദ്രവിക്കാതിരിക്കുമ്പോ നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് അവരെ നമ്മൾ തള്ളിപ്പറയുകയും അവരുടെ ഉപദ്രവിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ നാഗശാപം ഏൽക്കാനായിട്ട് ഇടവരരുത്. ഇന്നെന്ന് പറഞ്ഞാൽ ഈ നാഗത്തറകൾ അല്ലെങ്കിൽ കാവുകൾ, സർപ്പക്കാവുകൾ, ഇതെല്ലാം ഒരു കാലത്ത് നമ്മുടെ പൂർവികര് നമ്മുടെ പരിസ്ഥിതിക്ക് വേണ്ടി കൂടിയാണ് അതിനെ പരിപാലിച്ചു പോന്നിട്ടുള്ളത്, അല്ലേ? നാഗങ്ങളെ വെറും നാഗങ്ങളായിട്ട് മാത്രമല്ല, ഈ സർപ്പക്കാവുകൾ എന്ന് പറഞ്ഞ പരിസ്ഥിതിക്ക് സന്തുലിതാവസ്ഥ ഉണ്ടാക്കുന്നതിനും കൂടി വേണ്ടിയാണ്. കാരണം അവിടെ വൃക്ഷലതാദികളെല്ലാം പടർന്ന് പന്തലിച്ച് കിടക്കും. അവിടെ വള്ളികൾ, പിന്നെ മരങ്ങൾ, അങ്ങനെ ഇടതൂർന്ന് നിൽക്കുന്ന കുറെ സ്ഥലങ്ങൾ, ഇതെല്ലാം നമ്മുടെ പൂർവികരെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഈ നമ്മുടെ പരിസ്ഥിതിക്കും കൂടി ഗുണകരമാവുന്നതിന് വേണ്ടിയാണ്. ഇവരെ നാഗപ്രതിഷ്ഠ മാത്രമായിട്ട് അതിനെ കാണണ്ട. അപ്പൊ നാഗങ്ങളെ സംരക്ഷിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അവരെ ഇപ്പൊ ഒരു കുടുംബത്തിൽ നാഗപ്രതിഷ്ഠ ഉണ്ടെങ്കിൽ അവിടെ അവർക്ക് വേണ്ടതൊന്നും കൊടുക്കാതിരിക്കുമ്പോഴാണ് അവരുടെ ശാപം ഏൽക്കാനിട വരുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നാഗശാപം ഏൽക്കാനായിട്ട് ഇടവരരുത്. അല്ലെങ്കിൽ നാഗശാപമൊക്കെ ഏൽക്കാൻ ഇടവന്നു കഴിഞ്ഞാലുണ്ടല്ല, ആ കുടുംബത്തിൽ സന്താനങ്ങൾ ഉണ്ടാവില്ല. സന്താനങ്ങളൊക്കെ പലതും പല വഴിക്ക് ഇതായി പോവും. സന്താനങ്ങളുണ്ടെങ്കിൽ തന്നെ. കാരണം മിക്കവർക്കും സന്താന തടസ്സങ്ങൾ ഉണ്ടാവും എന്നാ പറയണം, മക്കളുണ്ടാവില്ല ഈ നാഗശാപം ഏൽക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ. അതാണ് മെയിൻ. പിന്നെ അതേപോലെ തന്നെ ഈ പാണ്ഡുരോഗങ്ങൾ, സോറിയാസിസ്, ത്വക്ക് രോഗങ്ങൾ, ഇതെല്ലാം ഈ നാഗങ്ങളുടെ, ഇത് ഞാനീ പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് അന്ധവിശ്വാസം പ്രകടിപ്പിക്കാൻ വേണ്ടി പറയുന്നല്ലേ, ഇത് അനുഭവത്തിൽ വന്നവർക്കറിയാം ഇത് ഇന്നതുകൊണ്ടാണ് വന്നേക്കണേന്ന്. അതിനു വേണ്ടിയുള്ള സർപ്പബലി, അല്ലെങ്കിൽ അതേപോലെ തന്നെ നൂറും പാലും പുറ്റി, ഈ സർപ്പക്കാവുകളിലൊക്കെ കയറി പാമ്പിന്റെ പുറ്റി ഉടച്ചു കളയുക, അല്ലെങ്കിൽ മുട്ട നശിപ്പിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് കൂടുതൽ ശാപങ്ങൾ വരുന്നത്. അപ്പോ സർപ്പബലി, അതേപോലെ തന്നെ മറ്റു നൂറും പാലും, ഐല്യം പൂജ, ഇതിനെയൊക്കെ പരിഹാരമായിട്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെയൊക്കെ ചെയ്താൽ അതിൽ നിന്ന് മുക്തി കെടാനും സാധിക്കും. പിന്നെ ഞാൻ മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാരീശാപമാണ്. നാരീശാപം അതായത് സ്ത്രീ ശാപം എന്ന് പറയും. ഈ സ്ത്രീകളെ സംബന്ധിച്ച് നമ്മുടെ ആർഷ സംസ്കാരത്തിൽ, അതായത് ഭാരതീയ സംസ്കാരത്തിൽ അവർക്കൊരു പ്രത്യേക സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ചോദിക്കും, സ്ത്രീകൾക്ക് മാത്രമേ ശാപമുള്ളോ? പുരുഷന്മാർക്ക് പറഞ്ഞാൽ പുരുഷന്മാർ ശപിച്ചാൽ ഏൽക്കില്ല. പുരുഷന്മാരിനെക്കാട്ടി കൂടുതൽ സ്ത്രീകൾക്കാണ് ഇവിടെ സ്ഥാനമുള്ളത്. എങ്ങനെ? കുടുംബ സംബന്ധമായിട്ട്. ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിന്റെ ഐശ്വര്യവും, ഇല്ലേ? ആ ഒരു സ്ത്രീയാണ് ആ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആണുങ്ങളല്ല. ആണുങ്ങളെ ജോലി ചെയ്ത് കാശ് കൊണ്ടുവന്ന് വീട്ടിൽ കൊടുക്കണം. സ്ത്രീകളാണ് അത് സംരക്ഷിച്ചു പോണത്. ആ കുടുംബം സംരക്ഷിച്ചുകൊണ്ട് സ്ത്രീകളാണ്. അപ്പൊ സ്ത്രീകളെ പറഞ്ഞു പറ്റിക്കുന്ന ചില ആൾക്കാരുണ്ട്. കന്യകമാരായ ചെറുപ്പക്കാര് പിള്ളേരെ വഴിതെറ്റിച്ച് തന്റെ ഇംഗിതത്തിന് വഴിപ്പെടുത്തി അവസാനം അവരെ ചണ്ടിയായി പുറത്തു കളയുന്ന, അല്ലെങ്കിൽ അവരുടെ കന്യകാത്വം കവർന്നെടുക്കുന്ന, അവരെ തന്റെ കാര്യത്തിനു വേണ്ടി, തന്റെ ലൈംഗികപരമായ കാര്യത്തിനു വേണ്ടിയോ അല്ലെങ്കിൽ തന്റെ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടിയോ അവരെ ഉപയോഗിച്ചിട്ട് അവരെ നിഷ്കരണം തള്ളിക്കളയാം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നാരീശാപത്തിനിട വരും. അവന്റെ 7 തലമുറ അനുഭവിച്ചാലും നാരീശാപം തീരൂലെന്നാ പറയണത്, അല്ലേ? അതായത് സ്ത്രീകളെ പറ്റിച്ച് അവരുടെ സ്വത്ത് മേടിച്ചെടുക്കണം ചില ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ സ്ത്രീകളെ പറഞ്ഞു പറ്റിച്ച് തന്റെ ഇംഗിതത്തിന് വശംബദരാക്കിയിട്ട് അവരെ തള്ളിക്കളയുന്ന പരിപാടികളുണ്ട്. ഇതൊക്കെ നിത്യേന പോലെ നമ്മുടെ ഈ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്, അല്ലെ? അപ്പൊ മറ്റു രാജ്യങ്ങളെ പോലെയൊന്നുമല്ല നമ്മുടെ ഭാരതീയ സംസ്കാരം.
ഭാരതീയ സംസ്കാരത്തിൽ സ്ത്രീകൾക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. ഇപ്പൊ ഒരു വീടിന്റെ ഗൃഹപ്രവേശനം നടത്തണം, ഒരു ജ്യോതിഷനോട് ഒരു മുഹൂർത്തം എടുക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ പറയുന്നത് എന്താണ്? ആദ്യം ആ കുടുംബത്തിലെ കുടുംബനാഥയുടെ അല്ലെങ്കിൽ അവിടെ വസിക്കാൻ പോകുന്ന, അവിടെ താമസിക്കാൻ പോകുന്ന ആ സ്ത്രീയുടെ നക്ഷത്രം എന്താണെന്നാണ് ചോദിക്കുന്നത്. അത് നോക്കിയിട്ടാണ് അവിടെ മുഹൂർത്തം കുറിക്കുന്നത്. മനസ്സിലായ? അപ്പൊ സ്ത്രീയാണ് ആ വീടിന്റെ വിളക്ക്. അപ്പൊ സ്ത്രീയെ ഉൾക്കൊള്ളിച്ചിട്ട് വേണം വീടിന്റെ കാര്യങ്ങൾ ചിന്തിക്കാൻ. അപ്പൊ ഒരു സ്ത്രീയെ സംബന്ധിച്ച് നമ്മുടെ സംസ്കാരം അനുസരിച്ച് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ അവരെ ഉപദ്രവിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ന്യായമില്ലാതെ ഉപദ്രവിച്ചാൽ നമുക്ക് നാരി ശാപം, അതായത് സ്ത്രീ ശാപം ഏൽക്കാനിട വരും. അതിന് തയ്യാറാകാതിരിക്കണം. അങ്ങനെ ഞാനീ പറഞ്ഞ 5 ശാപങ്ങൾ, ഒന്ന് കുടുംബ പരദേവത ശാപം, ഒന്ന് പിതൃക്കളുടെ ശാപം, ഒന്ന് ഗുരുശാപം, ഒന്ന് നാഗശാപം, ഒന്ന് നാരി ശാപം. ഇത്രയും 5 ശാപങ്ങൾ നമ്മൾ ഏൽക്കാനിട വന്നാൽ സർവനാശമായിരിക്കും ഫലം. ഞാനിത് വെറുതെ പറയുന്നതല്ല. ഇതിൻ്റെ അകത്ത് പല അനുഭവങ്ങളുണ്ട്. പലർക്കും അനുഭവങ്ങളുണ്ടായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് നേരിട്ടറിയാം. പല ആൾക്കാരും നമ്മളുടെ അടുത്ത് ജ്യോതിഷ സംബന്ധമായ കാര്യത്തിനും പ്രശ്നം വെക്കാനോ അങ്ങനെയുള്ള ഓരോ കാര്യത്തിനൊക്കെ വരുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും അവരുടെ ചരിത്രങ്ങൾ, അവരുടെ കഥകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഇതുകൊണ്ട് വന്ന് സംഭവിച്ചിരിക്കുന്നത്. ഒരു ഡോക്ടർക്ക് ഒരു രോഗിയെ അവന് ആധുനികപരമായിട്ട് ടെസ്റ്റ് ഒന്നും നടത്തണ്ട, അല്ലാണ്ട് തന്നെ ഒരു നല്ലൊരു ഡോക്ടർക്ക് രോഗിയെ കണ്ടാൽ, അല്ലെങ്കിൽ അവന്റെ നാഡിയെ പിരിച്ചൊന്ന് നോക്കിയാൽ, അല്ലെങ്കിൽ അവന്റെ കാര്യങ്ങളൊന്ന് അറിഞ്ഞാൽ കൃത്യമായിട്ട് അവന്റെ രോഗം ഇന്നതാണെന്ന് പറയാൻ പറ്റും, ഇല്ലേ? അതേപോലെ തന്നെയാണ് ഒരു ജ്യോത്സ്യന്റെ അടുത്ത് വന്ന് ചില കാര്യങ്ങൾ അവന്റെ ഇത് വെച്ച് നോക്കുമ്പോൾ കൃത്യമായിട്ട് അവന്റെ ദോഷങ്ങൾ ഇന്നതാണെന്ന് നല്ലൊരു ജ്യോത്സ്യന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ശാപങ്ങളിൽ നിന്നും ഒഴിവാക്കണം. അതിന് ഇട വരുത്തരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈശ്വരാധീനം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.